കൊട്ടിക്കൂട്ടൽ വാദ്യക്കാരെയും കാഴ്ചക്കാരെയും തുടർന്നുള്ള വാദ്യങ്ങളിലേക്ക് ഏകാഗ്രമായി ലയിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് പ്രാർത്ഥനാപരമായ ഒരു ചടങ്ങാണ് കൊട്ടിക്കൂട്ടൽ. ഇത് തലമുറകൾ നീണ്ടുനിന്ന സംവിധായകരെ, അതായത് മരിച്ചുപോയ കാരണവന്മാരെ മനസ്സിൽ ധ്യാനിച്ചാണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നത്. ഒരു റബ്ബർ പന്ത് സമം നിരപ്പായ ഒരു തറയിൽ ഉയർത്തിപ്പിടിച്ചിട്ടാൽ അതിൻ്റെ ഋതം ചുരുങ്ങി ഏകാഗ്രമായ ഒരു ബിന്ദുവിലേക്ക് എത്തുമല്ലോ. ആ രീതിയിലാണ് കൊട്ടിക്കൂട്ടൽ വരുന്നത്. ഇതിൻ്റെ താള വ്യത്യാസങ്ങൾ ഇനി പറയുന്ന പോലെയാണ്. 3 മാത്രയിലാണ് ഈ വാദ്യം അനുഷ്ഠിക്കുന്നത്. 3 മാത്രയിൽ എന്ന് പറയുമ്പോൾ, ഒന്നാമത്തെ മാത്രയുടെ തുടക്കത്തിൽ ചെണ്ടയുടെ വലന്തലയും മരത്തിൻ്റെ വലന്തലയും ഒരുമിച്ച് കൊട്ടുകയും, രണ്ടാം മാത്ര ആരംഭം നിശബ്ദമായി തള്ളിക്കളയുകയും, മൂന്നാമത്തെ മാത്രാരംഭത്തിൽ മരത്തിൻ്റെ ഇടത്തലയിൽ ത എന്ന ഒരു അക്ഷരം അടിക്കുകയും ചെയ്തിട്ടാണ് ഇത് അനുഷ്ഠിക്കുന്നത്. അത് ഇതിൻ്റെ വാദ്യം കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലായിരിക്കാം. ഈ കൊട്ടിക്കൂട്ടൽ കുന്നോളം കേന്ദ്രീകരിച്ചിട്ടുള്ള എല്ലാ വാദ്യങ്ങളുടെ തുടക്കത്തിലും ഉണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ വാദ്യങ്ങളുടെ സമാപനത്തിലും ഇത് ഒരു അനുഷ്ഠാനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ചാക്കാട് എന്ന ഒരു വാദ്യത്തിന് മാത്രമാണ് അതിനൊഴിവുള്ളത്.